നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മളിപ്പോ ആരുടെ പക്ഷത്ത് നിൽക്കും? അവന്തികേട്ടത്തി നന്ദേട്ടനോട് കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരിക്കലും ഏട്ടത്തിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് അച്ഛൻ പടുത്തുയർത്തിയ ഒരു അന്തസ്സുണ്ട്, അത് നഷ്ടപ്പെടുത്താനും പറ്റില്ല. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ. ഇതല്ലാതെ മറ്റൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഉറപ്പാണോ? അതെ, ഒരുമിച്ചുള്ള ജീവിതം എനിക്ക് മടുത്തു. സമാധാനമായിട്ട് കുറച്ചു നാളെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം. അതിന് ഡിവോഴ്സ് കിട്ടിയേ തീരൂ. എന്നാ കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. എന്നെ ഉപേക്ഷിച്ച ഡിവോഴ്സും വാങ്ങി മറ്റേതെങ്കിലും ഒരുത്തിയുടെ കൂടെ പോയി ജീവിക്കാന്നും വിചാരിക്കണ്ട. അത് നടക്കില്ല. പഴയതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ, നിങ്ങളും മറക്കണം. കൊടുക്കുന്നവരെല്ലാം പെട്ടെന്ന് മറക്കും, പക്ഷേ കൊള്ളുന്നവൻ അത്ര പെട്ടെന്ന് മറക്കില്ല. മരണം വരെ അതിന്റെ നീറ്റിൽ ഇങ്ങനെ ഉള്ളി നിൽക്കും. എന്നോട് ചെയ്തതൊക്കെ ഓർക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാനും ഉണരാനും കഴിയില്ല. എല്ലാവരുടെയും മുമ്പിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും എന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ആഗ്രഹത്തിന്റെ പേരും പറഞ്ഞ് എന്നെ അതിൽ കുരുക്കിയിടാൻ ശ്രമിക്കണ്ട. ഡിവോഴ്സിൽ കുറഞ്ഞൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. പൊക്കോ, പക്ഷേ ഈ ജന്മത്തെ നിങ്ങക്ക് ഡിവോഴ്സ് കിട്ടില്ല. നെല്ലിശ്ശേരിയിലെ മരുമകളുടെ സ്ഥാനം മറ്റേതെങ്കിലും ഒരുത്തിക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് കൈയും വീശി ഇറങ്ങി പോവാൻ എനിക്ക് സൗകര്യമില്ല. നോക്കിക്കോ, നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ഞാൻ പ്രസവിക്കും. നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഈ വീട്ടിൽ ഞാൻ മരണം വരെ ജീവിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ബോധ്യപ്പെടും. താൻ പോയിട്ട് എന്തായി? നന്ദേട്ടനോട് സംസാരിച്ചോ? ഇനി അത് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സച്ചേട്ടാ. അതെന്താ? അവര് തമ്മില് ഡിവോഴ്സ് ആവാൻ പോവാ. ഡിവോഴ്സോ? എടോ, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അതിനാർക്കാ ഇപ്പോ ഡിവോഴ്സ് വേണ്ടേ? ഞാൻ പറഞ്ഞത് സത്യമാ. ഡിവോഴ്സ് വേണ്ടത് നന്ദേട്ടനാ. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. നന്ദേട്ടൻ പഴയതൊന്നും മറന്നിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ഞാൻ പ്രസവിക്കും. നിങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ഈ വീട്ടിൽ ഞാൻ മരണം വരെ ജീവിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ബോധ്യപ്പെടും. നന്ദേട്ടനെ ഒട്ടും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒന്ന് ശാന്തമായി എന്നാണ് ഞാൻ വിചാരിച്ചത്. നന്ദേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഒന്നും ശാന്തമായിട്ടില്ല. ഉള്ളിലെ തീക്കനൽ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ ആഗ്രഹം അവർക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന്. അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നമ്മളെയാണ് അച്ഛൻ ചുമതലപ്പെടുത്തിയത്. എന്താണ് പോവാത്തതെന്ന് അച്ഛൻ ചോദിച്ചാൽ അതിന് നമ്മൾ എന്ത് മറുപടി പറയും? നന്ദേട്ടൻ ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന കാര്യം അച്ഛൻ അറിഞ്ഞ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും.
അതുറപ്പാ. അച്ഛന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഓർക്കുമ്പോഴാ എനിക്ക് പേടി. പുറമെ ഇങ്ങനെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതൊന്നും താങ്ങാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല. നമ്മളിപ്പോ ആരുടെ പക്ഷത്ത് നിൽക്കും? അവന്തികേട്ടത്തെ നന്ദേട്ടനോട് കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരിക്കലും ഏട്ടത്തിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് അച്ഛൻ പടുത്തുയർത്തിയ ഒരു അന്തസ്സുണ്ട്. അത് നഷ്ടപ്പെടുത്താനും പറ്റില്ല. നന്ദേട്ടനൊരു കാര്യം തീരുമാനിച്ചാൽ അതിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്ന ആളല്ല. അത് ഓർക്കുമ്പോഴാ എനിക്കൊരു ടെൻഷൻ. ഒരു കാര്യം ഉറപ്പാ സച്ചേട്ടാ, അധികകാലം ഇത് മറച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കുറച്ചുകാലം ആരും അറിയാതെ പൊതിഞ്ഞു പിടിക്കാം. ഒരു ദിവസം അവർക്കിടയിൽ ഈ പ്രശ്നം പുറത്തേക്ക് വരും. ഈ നെല്ലിശ്ശേരി വീട്ടിൽ അതൊരു ബോംബ് പോലെ വന്ന് വീണ് പൊട്ടിത്തെറിക്കും. അതിൽ തകരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ അറിയണം. നന്ദേട്ടന്റെ ഇന്നത്തെ സംസാരവും പെരുമാറ്റവും വെച്ച് നോക്കുമ്പോ ആ തകർച്ചയ്ക്ക് ഇനി അധിക സമയം ഉണ്ടാവില്ല. എന്താ നിന്റെ തീരുമാനം? നന്ദൻ നിന്നെ ഡിവോഴ്സ് ചെയ്താ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരും. അതിന് നീ തയ്യാറാണോ? എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാ? നിനക്കല്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് മറ്റാരെക്കാളും നിനക്കല്ലേ അറിയാവുന്നത്? നീ പറയ്, ഞാൻ എന്ത് ചെയ്യണം? നന്ദൻ ഇക്കാര്യം ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് നീ ഒരു തീരുമാനത്തിലെത്തണം. തീരുമാനമൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ നിമിഷം ഞാൻ അയാൾക്ക് തെളിയിച്ചു കൊടുക്കാൻ പോവാ ഞാൻ ആരാണെന്ന്. എന്താ നിന്റെ ഐഡിയ? സംഗതി അല്പം ക്ലീശയാണ്, ഒരുപാട് തവണ ഉപയോഗിച്ച് പഴകിയതുവാ. എന്നാലും അതിനൊരു സ്റ്റൈലുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ പ്ലാൻ വർക്കൗട്ട് ആവും. അയാളെ എന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ ഇത് തന്നെ ധാരാളം. നന്ദേട്ടാ, നന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും അർച്ചനോട് ചിലത് പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.